ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവരും കുർബാനയിലെല്ലാം പങ്കെടുക്കുന്നുണ്ടല്ലോ. നമുക്കിപ്പോഴും പള്ളികളെല്ലാം തുറന്നിട്ടൊന്നുമില്ല. ഓൺലൈനിൽ തന്നെയാണ് പലപ്പോഴും കുർബാന നടക്കുന്നത്. അതുപോലെ തന്നെയാണ് ക്ലാസ്സുകളും ഓൺലൈനായിട്ട്, സ്കൂളിലെ ക്ലാസ് ആയാലും നമ്മുടെ മതബോധന ക്ലാസ്സും എല്ലാം ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. തൽക്കാലം വേറെ നമുക്ക് നിർവാഹമൊന്നുമില്ല. നമ്മളിപ്പോൾ ഓണക്കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഓണം തന്നെ കൊറോണ കൊണ്ടുപോയ അവസ്ഥയിലാണ്. എങ്കിലും നമുക്ക് നമ്മുടെ പഠനം തുടരേണ്ടതുണ്ട്. നമുക്ക് തുടരാം. നമ്മൾ 8ാം ക്ലാസ്സിൽ ആദ്യം മുതൽ പറഞ്ഞൊരു കാര്യം, നമ്മൾ പഠിക്കുന്നത് ചരിത്രമാണ്, സഭയുടെ ചരിത്രമാണ്. ചരിത്രത്തിൽ നമ്മൾ ആദ്യം പഠിച്ചത് സഭയുടെ ഉത്ഭവം എങ്ങനെയാണ്, പിന്നീട് സഭ ഓരോ പ്രദേശങ്ങളിലും വളർന്നത് എങ്ങനെയാണ്, മതപീഡനം, ക്രൈസ്തവനായതിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിച്ച ആദിമ ക്രൈസ്തവരെ കുറിച്ചാണ്. അതോടൊപ്പം സഭയിൽ വിശ്വാസപരമായി ഉണ്ടായ പ്രതിസന്ധികളെ കുറിച്ച്, പാഷണ്ഡതകളെ കുറിച്ച്, അവ നേരിട്ട, അവയെ തടയാനായി പ്രവർത്തിച്ച സഭാപിതാക്കന്മാരെ കുറിച്ച്, പ്രശസ്തരായ കുറച്ച് സഭാപിതാക്കന്മാരുടെ പേരുകളും വിവരണങ്ങളും തന്നെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് നമ്മുടെ സ്വന്തം നാടായ ഭാരതത്തിൽ സഭ വന്നതുമായി ബന്ധപ്പെട്ട. ഭാരതത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഏറ്റവും പൗരാണികമായ സാംസ്കാരിക സമ്പന്നമായ ഒരു ദേശമാണ് നമ്മുടെ ദേശമായ ഭാരതം, അല്ലെങ്കിൽ നമ്മുടെ നാടായ ഭാരതം. ലോകത്തിൽ ആദ്യത്തെ നാഗരിക സംസ്കാരം ഉദയം കൊണ്ടത് ഭാരതത്തിലാണ്. BC 2600 സിന്ധു നദീതര സംസ്കാരം ഉണ്ടായത് ഭാരതത്തിലാണ്. ഭരതൻ എന്നൊരു രാജാവ് ഈ ഭാരതം ഭരിച്ചിരുന്നു എന്നും ആ പേരിൽ നിന്നാണ് ഭാരതം എന്ന പേരുണ്ടായത് എന്നുമാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്, പുരാണങ്ങളിലൊക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന പേര് വരുന്നത് തന്നെ സിന്ധു നദിയുടെ തീരത്തുള്ള പ്രദേശം എന്ന അർത്ഥത്തിൽ, സിന്ധുസ്ഥാനെന്നും പിന്നെ ഹിന്ദുസ്ഥാൻ എന്നൊക്കെ അർത്ഥത്തിലാണ് വന്നത്. ആ ഇന്ത്യ എന്ന പേര് ബൈബിളിന്റെ പഴയ നിയമത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പരാമർശിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മക്കബായരുടെ പുസ്തകത്തിലും എസ്തേറിന്റെ പുസ്തകത്തിലും ഒക്കെ അത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭാരതത്തിലാണ് ഒരു 4 പ്രധാന മതങ്ങൾ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങൾ എന്ന് പറയുന്നതിൽ 4. ഒരുപാട് മതങ്ങൾ പ്രധാനപ്പെട്ട മതങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 മതങ്ങൾ ഉദയം കൊണ്ടത് നമ്മുടെ ഭാരതത്തിലാണ്. ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം എന്നിങ്ങനെ 4 മതങ്ങൾ ഉദയം കൊണ്ട് നമ്മുടെ സ്വന്തം ദേശമായ ഭാരതത്തിലാണ്. അറിയപ്പെടുന്ന ചരിത്രമനുസരിച്ച് ആദ്യത്തെ ഭാരതത്തിൽ അധിനിവേശം ഉണ്ടാകുന്നത് BC 180 അതിനു മുൻപ് വരെ ഇവിടെ നമ്മുടെ ദ്രാവിഡനെന്നോ അല്ലെങ്കിൽ നൊമാഡുകളെന്നൊക്കെ പറയുന്ന കുറേ വിഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം BC 180 ആദ്യത്തെ അധിനിവേശം, ആര്യൻ അധിനിവേശം ഉണ്ടാകുന്നത്. നമ്മുടെ ഈ നാട്, ഭാരത നാട്, ഒരു സാമ്രാജ്യമായി വികസിക്കുന്നത് AD 3-ാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യം രൂപം കൊള്ളുന്നതോടുകൂടിയാണ്. ഗുപ്ത സാമ്രാജ്യം രൂപം കൊണ്ടപ്പോൾ ഉത്തരേന്ത്യ മുഴുവൻ, ദക്ഷിണേന്ത്യയെ ആ ഭാഗത്ത് വന്നിരുന്നില്ല, ഉത്തരേന്ത്യ എന്ന് പറയുമ്പോഴും ഇന്നത്തെ ഇന്ത്യയുടെ ഉത്തരഭാഗം മാത്രമല്ല, അതോടൊപ്പം തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉൾക്കൊള്ളുന്ന വലിയൊരു ഭൂപ്രദേശം, ഇത്രയും ചേർന്ന ഒരു ഒറ്റ സാമ്രാജ്യം രൂപം കൊണ്ടു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇറാൻ മുതൽ സിംഗപ്പൂർ വരെയുള്ള പ്രദേശങ്ങളെല്ലാം ചേർന്ന് ഒരൊറ്റ സാമ്രാജ്യം ഉണ്ടാകുന്നത് AD 3-ാം നൂറ്റാണ്ടിലാണ്. 10-ാം നൂറ്റാണ്ടായപ്പോൾ ഈ സാമ്രാജ്യം, അതിൻ്റെ പല കാലഘട്ടങ്ങളിൽ പല രാജവംശങ്ങൾ ഇവിടെ ഭരിച്ചിരുന്നു. 10-ാം നൂറ്റാണ്ടായപ്പോൾ ഇസ്ലാമിക അധിനിവേശം ഉണ്ടായി. ഭാരതത്തിൽ ഇസ്ലാമിക അധിനിവേശം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഡൽഹി സുൽത്താനേറ്റ് ഉണ്ടാവുകയും ഇസ്ലാമിക ഭരണം നടപ്പിലാവുകയും ചെയ്തു. മുഗൾ സാമ്രാജ്യമായാലും അല്ലെങ്കിൽ അതുപോലുള്ള ഓരോ സാമ്രാജ്യങ്ങൾ അവരുടേതായ രീതിയിൽ ഇവിടെ ഭരണം നടത്തിയിരുന്നു.
എന്നാൽ ആ കാലഘട്ടത്തിൽ 10-ാം നൂറ്റാണ്ടിൽ തെക്ക് ഭാഗത്ത്, അതായത് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് വേറൊരു സാമ്രാജ്യമാണ് രൂപം കൊണ്ടത്, വിജയനഗര സാമ്രാജ്യം. അപ്പോൾ ഉത്തരേന്ത്യയിലും അല്ലെങ്കിൽ ഉത്തരേന്ത്യയും മറ്റു ബംഗ്ലാദേശ്, പാകിസ്ഥാനൊക്കെ ഉൾക്കൊള്ളുന്ന ആ പ്രദേശത്തെല്ലാം മുഗൾ ഭരണം അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം വന്ന സമയത്ത് ദക്ഷിണേന്ത്യയിൽ വിജയനഗര സാമ്രാജ്യമാണ് ഉണ്ടായത്. ഈ സാമ്രാജ്യങ്ങളുടെ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നമ്മുടെ നാട്ടിലെ സുവിശേഷവൽക്കരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. സുവിശേഷവൽക്കരണം നമ്മുടെ ആദ്യ കാലഘട്ടത്തെക്കുറിച്ച് വളരെ പരിമിതമായ അറിവുകൾ മാത്രമേ ഉള്ളൂ. AD 52 യേശുവിന്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമസ് അപ്പോസ്തലൻ കൊടുങ്ങല്ലൂർ വന്നു എന്നാണ് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്ന ഒരു ഐതിഹ്യം. അദ്ദേഹം വന്നിട്ട് ഈ നാട്ടിൽ പലപ്പോഴും സുവിശേഷ പ്രഘോഷണം നടത്തി എന്നാണ് പറയപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ യഹൂദന്മാരുണ്ടായിരുന്നു. കാരണം ലോകമെമ്പാടുമുള്ള ആളുകൾ വ്യാപാരത്തിനായി കേരളവുമായി ബന്ധപ്പെട്ടിരുന്നു. സുഗന്ധദ്രവ്യങ്ങളുടെ കേന്ദ്രമായിരുന്നു അല്ലെങ്കിൽ കലവറയായിരുന്ന മലബാർ എന്ന് പറയുന്ന, നമ്മുടെ കേരളത്തെ പൊതുവെ അറിയപ്പെടുന്നത് മലബാർ എന്നായിരുന്നു. ആ മലബാറിൽ സുഗന്ധദ്രവ്യങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ആ സുഗന്ധദ്രവ്യങ്ങളുടെ കേന്ദ്രമായതുകൊണ്ട് വിദേശികൾ, പ്രത്യേകിച്ച് യൂറോപ്യന്മാരൊക്കെ ധാരാളം പല കാലഘട്ടങ്ങളിലായി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വ്യാപാര ബന്ധം സ്ഥാപിക്കാനായിട്ട്. ആ കൂട്ടത്തിൽ യഹൂദരുമൊക്കെ ഉണ്ടായിരുന്നു. അവർ കൊടുങ്ങല്ലൂർ ഉണ്ടായിരുന്നതായിട്ട് ചരിത്ര രേഖകളുമുണ്ട്. വിശുദ്ധ തോമസ് അപ്പോസ്തലൻ കൊടുങ്ങല്ലൂർ വന്നിറങ്ങി അവിടെ മറ്റു ജനങ്ങളോട് സുവിശേഷം പ്രഘോഷിച്ചു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം സ്ഥാപിച്ചതായി 7 പള്ളികൾ, 7 പള്ളികൾ എന്നാണ് പറയുക. കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, നിരണം, കൊല്ലം, നിലയ്ക്കൽ, തിരുവിതാംകൂർ എന്നിങ്ങനെ 8 പള്ളികളുണ്ട്. അതിൽ തിരുവിതാംകൂർ പള്ളി അരപ്പള്ളി എന്നാണ് പറയുക. മറ്റു പള്ളികളെല്ലാം കൂട്ടത്തിൽ തമിഴ്നാട്ടിലാണ് ഈ തിരുവിതാംകൂർ എന്ന് പറയുന്ന സ്ഥലം. ആ തമിഴ്നാട്ടിലുള്ള തിരുവിതാംകൂർ ഇപ്പോൾ യാക്കോബായക്കാരാണ് അത് നടത്തുന്നത്. ആ പള്ളിയുടെ ഉടമസ്ഥാവകാശം, ആ പള്ളി ഉൾപ്പെടുന്ന ആ പള്ളികളെല്ലാം 7 പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് പരമ്പരാഗതമായി പറഞ്ഞു വരുന്ന ഒരു ഐതിഹ്യം. അതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ അപ്പോസ്തലനായിരുന്ന വിശുദ്ധ ബർത്തലോമിയോ AD 53 ഭാരതത്തിൽ വന്നു എന്നും പറയപ്പെടുന്നു. മുംബൈ പരിസര പ്രദേശങ്ങളാണ് വിശുദ്ധ ബർത്തലോമിയോ സുവിശേഷ പ്രഘോഷണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഗുണ്ടഫർ രാജാവിന്റെ കാലഘട്ടത്തിൽ, ഗുണ്ടഫർ രാജാവ് എന്ന് പറയുന്നത് ഇന്നത്തെ പാകിസ്ഥാനിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തെ രാജാവായിരുന്നു. അദ്ദേഹം ഈ ഇന്ത്യ ഉൾപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളിലും ഭരിച്ചിരുന്നു എന്നും അക്കാലത്ത് വിശുദ്ധ ബർത്തലോമിയോ മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും വന്ന് സുവിശേഷ പ്രഘോഷണം നടത്തി എന്നും ആണ് പറയപ്പെടുന്നത്. ഇതേ കാലഘട്ടത്തിൽ തന്നെ എത്യോപ്യ, മെസപ്പൊട്ടോമിയ എന്നീ പ്രദേശങ്ങളിലും സുവിശേഷ പ്രഘോഷണം നടത്തിയതായി പറയപ്പെടുന്നു. അവിടെയും ഇത്തരം ഐതിഹ്യങ്ങളൊക്കെയാണ്. നിർഭാഗ്യവശാൽ ഈ കാര്യങ്ങൾക്ക് യാതൊരു ചരിത്ര രേഖയും ഇല്ല. വിശുദ്ധ തോമസ് അപ്പോസ്തലൻ വന്നതിനോ വിശുദ്ധ ബർത്തലോമിയോ വന്നതിനോ ചരിത്രപരമായ രേഖകൾ ഒന്നും തന്നെ ഇല്ല. ഇത് പരമ്പരാഗത വിശ്വാസം. ഇന്ത്യയിൽ ഇതിന് ആധാരമായി പറയുന്നത് 17, 18 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട റംബാൻ പാട്ട്, വീരടിയാൻ പാട്ട്, മാർഗംകളിപ്പാട്ട് തുടങ്ങിയവയിലുള്ള പരാമർശങ്ങളാണ്. അത് രചിക്കപ്പെടുന്നത് 17, 18 നൂറ്റാണ്ടുകളിലാണ്. ഇത് ആധികാരിക രേഖയൊന്നും അല്ല. എങ്കിലും പരമ്പരാഗതമായി അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. സാർവത്രികമായി അങ്ങനെ ഒരു വിശ്വാസം വിശുദ്ധ തോമസ് അപ്പോസ്തലൻ AD 52 ഭാരതത്തിൽ വന്നു എന്നും വിശുദ്ധ ബർത്തലോമിയോ AD 53 ഭാരതത്തിൽ വന്നു എന്നുള്ള പരമ്പരാഗത വിശ്വാസവും രൂഢമൂലമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. ചരിത്ര രേഖകൾ അനുസരിച്ച് AD 190 പേർഷ്യയിൽ നിന്നുള്ള അലക്സാണ്ട്രിയയിലെ പന്തേനിയൂസ് എന്ന പ്രേക്ഷിത സന്യാസിയാണ് ആദ്യമായി കേരളത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയത്. ചരിത്ര രേഖകൾ അനുസരിച്ച് ചരിത്രപരമായി അറിയപ്പെടുന്നു. 16-ാം നൂറ്റാണ്ട് വരെയും ഏതാണ്ട് പേർഷ്യയിൽ നിന്നുള്ള സന്യാസിമാര് അല്ലെങ്കിൽ പ്രേക്ഷിതരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ പേർഷ്യൻ സഭയുമായി അടുത്ത ബന്ധമുണ്ടായി. പേർഷ്യയിൽ നിന്നുള്ള അന്ത്യോക്യ, അലക്സാണ്ട്രിയ, മാസിഡോണിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ധാരാളം പ്രേക്ഷിതർ ഇവിടെ വന്നതായി കാണുന്നു.
ഇവർ വന്ന ഓരോ സ്ഥലങ്ങളിലും പ്രത്യേകം സഭാ സമൂഹങ്ങളെ രൂപീകരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ തന്നെ, അതുകൊണ്ട് തന്നെ 16-ാം നൂറ്റാണ്ട് വരെ പാഷണ്ഡതകൾ ധാരാളം. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ നേരത്തെ കുറേയേറെ പാഷണ്ഡതകളെ കുറിച്ച് പഠിച്ചിരുന്നു. ആര്യനിസം, അപ്പോളനാരിസം, നെസ്തോറിയനിസം, ഏകസ്വഭാവവാദം, ഇങ്ങനെ ഒരുപാട് പാഷണ്ഡതകളുണ്ടായി. ഇതുണ്ടായത് മിക്കവാറും എല്ലാം പൗരസ്ത്യ സഭകളിലാണ്, അല്ലെങ്കിൽ പേർഷ്യൻ സഭയിൽ അലക്സാണ്ട്രിയയിലോ ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരം പേർഷ്യയിലും സിറിയയിലും അലക്സാണ്ട്രിയയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ പാഷണ്ഡതകളുടെ എല്ലാ സ്വാധീനവും കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവിടെ നിന്നുണ്ടായിരുന്ന ഒരു മാർഗം, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഒരു പരസ്പര ബന്ധം എന്നത് അന്ത്യോക്യയും കേരളവുമായിട്ടായിരുന്നു. അല്ലെങ്കിൽ പരീക്ഷിതന്മാർ ഏറ്റവും കൂടുതൽ വന്നിരുന്നത് അവിടെ നിന്ന്, സന്യാസിമാർ വന്നിരുന്നത് അവിടെ നിന്നായിരുന്നു. പേർഷ്യൻ സഭയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്നുള്ളതാണ്. അവിടെ പാഷണ്ഡതകൾ ധാരാളം ഉണ്ടായിരുന്നു. ആ പാഷണ്ഡതകളുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലുണ്ടായിരുന്ന പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഈ സമൂഹങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു മിഷണറി സമൂഹം എന്നതിനേക്കാളേറെ വ്യത്യസ്തമായ ഒരു ജാതി സമൂഹം എന്ന രീതിയിലാണ് ഇവിടെ തുടർന്നിരുന്നത്. അതോടൊപ്പം ഈ സമൂഹം 5-6 നൂറ്റാണ്ടുകളിൽ ആര്യന്മാർ ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് വന്നതായി പറയപ്പെടുന്നു. ആര്യന്മാർ വന്നു കഴിഞ്ഞപ്പോൾ അവർ നടപ്പിലാക്കി ഒന്നാണ് ചാതുർവർണ്ണ്യം. ആ ചാതുർവർണ്ണ്യം ആദ്യകാലത്ത് വലിയ കാര്യമായിട്ടല്ലെങ്കിലും കുറെ കൂടെ കഴിഞ്ഞപ്പോൾ 7-8 നൂറ്റാണ്ടുകളൊക്കെ ആയപ്പോഴേക്കും ചാതുർവർണ്ണ്യം അതിൻ്റെ ജാതി വ്യവസ്ഥ ഇവിടെ രൂഢമൂലമാകുന്നു. ഇതിനൊക്കെ മുമ്പ് തന്നെ ഈ പാഷണ്ഡതകളിൽ ഉണ്ടായിരുന്ന സമൂഹങ്ങൾ ഇത്തരത്തിലൊരു ജാതീയ സമൂഹമായി മാറാനുണ്ടായ പല കാരണങ്ങളിൽ ഒന്നതാണ്. പിന്നെ ചരിത്രരേഖ അനുസരിച്ച് AD 345 സിറിയയിലെ കാനായിൽ നിന്ന് തോമ എന്ന വ്യാപാരി ഏതാണ്ട് 400 പേര്, 72 കുടുംബങ്ങളിൽ നിന്നായി 400 പേരുമായി അദ്ദേഹം വന്നിരുന്നു. 3 കപ്പലുകളിലായിട്ടാണ് അദ്ദേഹം. അക്കൂട്ടത്തിൽ ഒരു മെത്രാനും 4 വൈദികരും ഏതാനും ഡീക്കന്മാരും ഉണ്ടായിരുന്നു. ഇവർ വന്നിട്ട് AD 345 ആണ് അവര് കേരളത്തിലെത്തി. കൊടുങ്ങല്ലൂരാണ് എത്തിയത്. കൊടുങ്ങല്ലൂരിന്റെ തെക്ക് ഭാഗത്ത് അവർ താമസമുറപ്പിച്ചു. അതുകൊണ്ട് അവരെ തെക്ക് ഭാഗക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ തെക്ക് ഭാഗക്കാർ എന്ന് അറിയപ്പെടുന്നതോടൊപ്പം അവരെ കാനാത്തൊമ്മന്റെ അനുയായികൾ, അല്ലെങ്കിൽ കാനാത്തൊമ്മനോടൊപ്പം വന്ന ആളുകൾ എന്ന പേരിൽ അവരെ ക്നാനായക്കാരെന്നും അറിയപ്പെടുന്നു. അവരുടെ പിന്തുടർച്ചാവകാശികൾ ഇവിടെ ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നിന്ന് വേർതിരിഞ്ഞ് അവരുടെ പിൻതലമുറ ഇപ്പോഴും ഉണ്ട്. കാനാത്തൊമ്മയുടെ കൂടെ വന്ന വൈദികരും മെത്രാനും ഡീക്കന്മാരും ഒക്കെ ഇവിടെ പല കാലഘട്ടങ്ങളിൽ സുവിശേഷ പ്രഘോഷണം നടത്തി. അവർ വന്നതും അന്ത്യോക്യൻ പ്രദേശമായ സിറിയയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ പാഷണ്ഡതകൾ പലതും അവരുടെ ഉള്ളിലേക്കും ഉണ്ടായിരുന്നു. അവരും പേർഷ്യൻ സഭയുമായിട്ടും അന്ത്യോക്യൻ സഭയുമായിട്ടുമായിരുന്നു അവർക്കും ബന്ധം. അവരിവിടെ വന്ന് ധാരാളം ആളുകളെ ക്രൈസ്തവരായിട്ട് മതപരിവർത്തനം ചെയ്യിച്ചു. പക്ഷേ അവരൊരിക്കലും മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റു സമൂഹങ്ങളുമായി ഇടപഴകാൻ അവർ വൈമുഖ്യം കാണിച്ച ഒരു പ്രത്യേക സമൂഹമായിരുന്നു. ഇന്നും ജാതീയമായി പ്രത്യേക സമൂഹമായിട്ടാണ് ക്നാനായക്കാർ നിലകൊള്ളുന്നത്. അവർ മറ്റു ക്രൈസ്തവ വിഭാഗങ്ങളുമായിട്ടോ ഒന്നും യാതൊരു വിധത്തിലുള്ള വൈവാഹിക ബന്ധത്തിലോ മറ്റു ബന്ധങ്ങളിലോ ഏർപ്പെടാറില്ല. പ്രത്യേക സമൂഹമായിട്ട് തന്നെയാണ്. ഇന്ന് സീറോ മലബാർ സഭയുടെ ഭാഗമായിട്ടാണ് അവർ നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ കുറെ പേര് യാക്കോബായ ഓർത്തഡോക്സ് സഭകളിലുണ്ട്. കത്തോലിക്ക സഭയിൽ സീറോ മലബാർ സഭയുടെ ഭാഗമായിട്ടാണ് അവർ. അങ്ങനെ നിലകൊള്ളുന്ന ക്നാനായക്കാർ അവർക്ക് വേണ്ടി 1923 സീറോ മലബാർ സഭയുടെ കീഴിൽ ഒരു രൂപത ആരംഭിച്ചു. അതാണ് കോട്ടയം രൂപത. 2005 കോട്ടയം രൂപതയെ അതിരൂപതയായി ഉയർത്തുകയും ചെയ്തു. ആ രൂപതയുടെ അംഗങ്ങൾ ക്നാനായക്കാർ മാത്രമാണ്, ഒരു ജാതീയ സമൂഹം മാത്രമാണ്. ഈ ജാതീയ സമൂഹങ്ങളായിട്ടാണ് 16-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന മറ്റു പല സമൂഹങ്ങളും ജാതീയ സമൂഹങ്ങളായിരുന്നു. എന്നാൽ ഇന്നും അതേ പാരമ്പര്യം തുടരുന്ന ഒരേ ഒരു സമൂഹം ക്നായിത്തൊമ്മന്റെ അനുയായികൾ, അല്ലെങ്കിൽ ക്നായിത്തൊമ്മന്റെ പിന്തുടർച്ചക്കാരായ ക്നാനായക്കാർ മാത്രം. സഭയിലെ ചരിത്രവുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ഒരു ചോദ്യം മാത്രം നമുക്ക് ചെയ്യാം. ഭാരതസഭ മിഷണറി സമൂഹം എന്നതിനേക്കാൾ ഒരു ജാതീയ സമൂഹമായി നിലകൊണ്ടു എന്ന് പറയാൻ കാരണം? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക.
അപ്പോൾ ഇന്നത്തെ അസൈൻമെന്റ് ഇതാണ്. ഭാരതസഭ ഒരു മിഷണറി സമൂഹം എന്നതിനേക്കാൾ ഒരു ജാതീയ സമൂഹമായി നിലകൊണ്ടു എന്ന് പറയാൻ കാരണം.